ഇന്നിപ്പോൾ എടുത്ത ഒരു നിർണായക തീരുമാനമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റേത്. അത് ഓട്ടോറിക്ഷയ്ക്ക് സംസ്ഥാന പെർമിറ്റ് നൽകാനുള്ള ഗതാഗത വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ CITU അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓട്ടോയ്ക്ക് സ്റ്റേറ്റ് പെർമിറ്റ് നൽകുന്നത് അപകട സാധ്യത കൂട്ടുമെന്നാണ് CITUവിൻ്റെ വാദം. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലെ തൊഴിലാളികളുമായി സംഘർഷത്തിനിടയാക്കും എന്നുകൂടി പറയുന്നു. ഉത്തരവ് പിൻവലിക്കണമെന്നാണ് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷന്റെ ആവശ്യം. ഓട്ടോയ്ക്ക് നിലവിൽ ജില്ലാ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമാണ് പോകാൻ അനുമതിയുള്ളത്. ഈ ഗതാഗത കമ്മീഷണർക്ക് സംഘടന ഏതായാലും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് ആക്കി മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു സംസ്ഥാന സർക്കാർ എത്തിയതും ഗതാഗത വകുപ്പ് എത്തിയതും. ഇപ്പോൾ CITU ഇതിന് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് എതിർക്കുന്നത്? ഇക്കാര്യത്തിൽ മറ്റ് സംഘടനകളുടെ ഒരു നിലപാട് എന്താണ്? കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ മാസം ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ CITU മുന്നോട്ട് വെച്ച ആവശ്യം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നത്. അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ CITUവിനെ പ്രതിനിധീകരിച്ച് വന്നവർ ഇത്തരത്തിൽ ഒരു ദൂരപരിധി, അതായത് ഓട്ടോറിക്ഷകൾക്ക് 20 കിലോമീറ്റർ ദൂരപരിധി എന്നുള്ളത് എടുത്തു മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷകൾക്കുള്ള സ്റ്റേറ്റ് പെർമിറ്റ് എന്ന രീതിയിലേക്ക് മാറ്റുന്നു. അതായത് ദൂരപരിധി ഇല്ലാതെ ഒരു സ്റ്റേറ്റ് പെർമിറ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അതിനെതിരെ CITU തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് സർക്കാർ ഉത്തരവിൽ CITU ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും CITU തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ തങ്ങൾ ആവശ്യപ്പെട്ടത് 20 കിലോമീറ്ററാണ് നിലവിലെ പരിധി, അത് 30 കിലോമീറ്ററായി ഉയർത്തണം. അല്ലാതെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ് പെർമിറ്റ് നൽകണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. സ്റ്റേറ്റ് പെർമിറ്റ് നൽകി കഴിഞ്ഞാലും അത് നടപ്പാക്കി കഴിഞ്ഞാലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം വലിയ അപകട സാധ്യത കൂടും. ഒപ്പം മറ്റ് സ്ഥലങ്ങളിലെ, അതായത് ഓരോ പ്രദേശങ്ങളിലും ഓട്ടോ സ്റ്റാൻഡും മറ്റുമെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിലെ ഓട്ടോ സ്റ്റാൻഡ് ഇട്ട് ഓടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU ഇപ്പോൾ ഗതാഗത കമ്മീഷണർക്ക് നിവേദനവും നൽകിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ മാസം ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനത്തെ അതിൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങി. അതിനുശേഷം വീണ്ടും CITU രംഗത്തെത്തുന്ന ഒരു നാടകീയമായ രംഗങ്ങളിലേക്ക് നടക്കുന്ന ഓരോ വ്യക്തികളെയും, സാധാരണ ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ ഓട്ടോറിക്ഷ. കാരണം പലപ്പോഴും സിറ്റി പരിധിയിൽ ഓടാൻ മാത്രം പെർമിറ്റുള്ള ആളുകൾ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വിളിച്ചാൽ വരില്ല. അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിലാണ് തങ്ങൾ ഈ 20 കിലോമീറ്റർ പരിധി എന്നുള്ളത് 30 കിലോമീറ്ററാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാണ് CITU നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇത്തരം ഒരു പെർമിറ്റേ വേണ്ട, പകരം സ്റ്റേറ്റ് പെർമിറ്റ് എന്നുള്ള ഒരൊറ്റ പെർമിറ്റിലേക്ക് മാറാമെന്നുള്ളതായിരുന്നു ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം. എന്തായാലും ആ തീരുമാനത്തിനെതിരെ CITU തന്നെ രംഗത്തെത്തി. അവർ പറയുന്ന ന്യായീകരണങ്ങളും ഇത് ഉപയോഗിക്കുകയാണ്. എന്തായാലും ഗതാഗത കമ്മീഷണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ശരി, ഏതായാലും ഗതാഗത മന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണം ഇക്കാര്യത്തിൽ തേടുക ഉമേഷ്. CITUവിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്നാണ് ഉത്തരവിൽ പറയുന്നതെങ്കിൽ പോലും CITU ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.